പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5 കുട്ടികളിൽ ഒരാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അജ്ന ഷെറീം എന്ന മോൾ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പടച്ചറബ്ബ് ആ കുട്ടിയെ മാറ്റി നിർത്തിച്ചതായിരിക്കും ചിലപ്പോൾ. ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും ഓർക്കാൻ ഒരു മുഖം പടച്ചറബ്ബ് ബാക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള 4 പേരെയും അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പൊന്നുമോളുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ മുഴുവനും നീ കബൂലാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേ തമ്പുരാനേ. പടച്ചവനെ, ഞങ്ങളുടെ സുഹൃത്ത് സലാമിന്റെ മനസ്സിന് നീ ഈമാൻ നൽകണേ തമ്പുരാനേ, സുബ്ർ നൽകണേ തമ്പുരാനേ. അജ്നയുടെ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് പറഞ്ഞാൽ ഏവർക്കും അതിശയം തോന്നും. പറയുന്നുണ്ട്, പിന്നെ നീ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരണ്ട, പനയമ്പാടം ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്നോ, ഉമ്മ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞ് വളരെ ക്ലോസ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് കാണുകയാണ്, കുട്ടീനെ അങ്ങനെ കാണുകയാണ്. കണ്ടിട്ട് ഈ കുട്ടി പിന്നെ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നത് കുട്ടിയുടെ അമ്മ ലൈവായിട്ട് കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടി അവിടെ പടച്ചറബ്ബ് തൻ്റെ മരണക്കണിയിൽ പെടാതെ ആ മകളെ സുരക്ഷിതമായി മാതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. കളിച്ചും ചിരിച്ചും കളിതമാശകൾ പറഞ്ഞും അവർ 5 പേരും ആർത്തുല്ലസിച്ച് വരികയാണ്. അതിനിടയിൽ ഒരു കടയിൽ കയറി കുറച്ച് മിഠായികളൊക്കെ വാങ്ങി തമാശകൾ പറഞ്ഞ് നടന്നു പോരുകയായിരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും, ആ ഉമ്മയാണ്, അജ്നയുടെ ഉമ്മയാണ് ആ മകളെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധമാണ് അവിടെ അപകടമുണ്ടായിരിക്കുന്നത്. ആ ഉമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. അപ്പോൾ അജ്ന എങ്ങനെ രക്ഷപ്പെട്ടു? അവിടെയാണ് പടച്ചറബ്ബിൻ്റെ ആ കളി. അജ്നയെ ഒന്ന് ദന്ത ഡോക്ടർക്ക് കാണിക്കണമായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നാളെ സ്കൂൾ വിട്ട് വരുമ്പോൾ നീ വീട്ടിലേക്ക് വരണ്ട, അവിടെ പനയമ്പാടത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി, ഞാൻ അവിടുന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ പരീക്ഷയും കഴിഞ്ഞ് നടന്നിങ്ങനെ പോരുകയായിരുന്നു. അജ്നക്ക് ദന്ത ഡോക്ടറെ കാണിക്കാനുള്ളത് കൊണ്ട് അജ്ന ഉമ്മയെ നോക്കി അല്പം ബേക്കിലായിരുന്നു ഉള്ളത്. ഇവർ 4 പേരും കുറച്ച് ദൂരെയായി നടന്നു പോവുകയായിരുന്നു. ഇതിനിടെയായിരുന്നു പാലക്കാട് നിന്നും മണ്ണാർക്കാടിലേക്ക് പോകുന്ന ലോറി വരുന്നുണ്ടായിരുന്നു. വലിയ സിമൻറ്റും ലോറികളാണ് വരുന്നത്. അങ്ങനെ 2 ലോറികൾ തമ്മിൽ ഇടിക്കുകയായിരുന്നു. ഇവരിൽ 4 പേരായിരുന്നു മുന്നിൽ നടന്നു പോകുന്നത്. ഈ 4 മക്കളുടെ മേക്കായിരുന്നു ഈ ലോറി മറിഞ്ഞത്. ലോറി മറിഞ്ഞ് 4 പേരും ഈ ലോറിക്കടിയിലാവുകയായിരുന്നു. ഇവരുടെ കരച്ചിലും ബഹളവും സഹിക്കാൻ പറ്റില്ലത്രേ. അതിൽ 3 പേര് അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. അതിലൊരു കുട്ടിയുടെ മുഖം ശരിക്കും മനസ്സിലാവില്ലത്രേ. ഈ രക്ഷപ്പെട്ട കുട്ടി കുറച്ച് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ആ കുട്ടിയും ഈ ലോറിക്കടിയിലായേനെ എന്ന്. പടച്ചറബ്ബ് ആ കുട്ടിയെ മാറ്റി നിർത്തിക്കുകയായിരുന്നു ഉണ്ടായത്. നമുക്കൊക്കെ എന്നും ഓർമ്മിക്കാനും ഓർക്കാനും ആ കുട്ടിയെ പടച്ചറബ്ബ് അങ്ങ് മാറ്റി നിർത്തിച്ചിരിക്കുക. ഈ 5 കുട്ടികളും ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് വരികയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 8ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആയിഷ 8ാം ക്ലാസ് ഈ ഡിവിഷനിലും, ഇർഫാന ഷെറീം, റിദ ഫാത്തിമ, നിദ ഫാത്തിമ എന്നിവരും അജ്ന ഷെറീനും D ഡിവിഷനിലാണ് പഠിച്ചിരിക്കുന്നത്. ആ മക്കളുടെ മരണ വീട്ടിൽ ചെന്നാൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണത്രേ. കണ്ടവരൊക്കെ പൊട്ടിക്കരഞ്ഞാണ് തിരിച്ചു വന്നത്. ആ 4 മക്കളെയും ഒന്നിച്ച് തന്നെ ഒരേ സമയത്ത് ഖബറടക്കി. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കേരളത്തിലെ മൊത്തം ആൾക്കാരുടെയും പ്രാർത്ഥന ആ മക്കൾക്കുണ്ടാകും. പടച്ചറബ്ബ് ആ മക്കളുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചറബ്ബ് കൊടുക്കട്ടെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യണം. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.